ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പീസുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ആകെപ്പാടെ 2 റെസിപ്പീസേ ഉള്ളൂ കേട്ടോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പിന്നെ ലഞ്ചിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഉള്ളിക്കാരത്തിൻ്റെ റെസിപ്പി. ഇത് ഉള്ളിക്കാരം എന്ന് പറയുമ്പം പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഉള്ളിക്കാരമാണ്. പല ടൈപ്പ് ഉള്ളിക്കാരം ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്ക, പിന്നെ അതേപോലെ തന്നെ പാലക്ക് കൊണ്ട് ഉള്ളിക്കാരം ഉണ്ടാക്കാറുണ്ട്. ഇതൊരു ആന്ധ്ര ഡിഷാണ്, ആദ്യമേ പറയട്ടെ. ഇതൊരു ആന്ധ്ര റെസിപ്പിയാണ്. ഉള്ളിക്കാരം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഓണിയൻ ചട്നിയാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ അതേപോലെ പാവയ്ക്കയുടെ കയ്പും അത്യാവശ്യം കുറച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീരെ കയ്പില്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ കുറച്ച് കയ്പേ കാണത്തുള്ളൂ. പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിന് ഇത് മാത്രം മതി. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ എരിവും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ഐറ്റമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാവയ്ക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ണത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നടുക്കത്തെ ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇളക്കി കളയണം. അപ്പോൾ ഞാൻ എങ്ങനെ കളഞ്ഞെന്ന് വെച്ചാൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് എടുത്ത് കളഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അങ്ങനെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഒന്ന് എംറ്റി ആക്കി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി പാവയ്ക്ക് ഒന്നും കൂടി ഒന്ന് കനം കുറയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് ചെത്തി കളയാട്ടോ. അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട്, പാവയ്ക്ക് നല്ല പ്ലെയിൻ ആയിട്ട് ഉണ്ടാവും, അതുപോലെയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ കുട്ടി പാവയ്ക്ക കിട്ടുമല്ലോ, അത് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാണ്. കാരണം ഇവിടെ പാവയ്ക്കയ്ക്ക് കയ്പുള്ളതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തു, കുരു കളഞ്ഞു. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണേ. അപ്പോൾ അപ്പോഴേക്കും ആ പാവയ്ക്കയിൽ ഒരു കയ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് പകുതി കുറഞ്ഞു കിട്ടിക്കോളും. പിന്നെ നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളം ഒഴിച്ചാലും മതി. ഏതായാലും കുഴപ്പമില്ല. എന്തായാലും പാവയ്ക്കൊന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, ആ വെള്ളം അങ്ങ് കളയുക. ഇനി കയ്പ് ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കയ്പോട് കൂടിയുള്ള പാവയ്ക്ക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം കേട്ടോ. ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം. അതായത് പാവയ്ക്ക് കയ്പ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ് എന്ന് പറയുന്നവരുണ്ടാവും. എനിക്ക് മെഴുക്കോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാവയ്ക്ക് ചെറുതായിട്ടൊരു കയ്പുണ്ടെങ്കിൽ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നേരിട്ട് ബാക്കി മസാല വറുക്കാനായിട്ട് തുടങ്ങാം. പാവയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം നേരെ മസാല ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഒരു 5 മുളക് മാത്രമാണ് കേട്ടോ. കാരണം ഞാൻ കുഞ്ഞിനും കൊടുക്കും, ചിലപ്പോൾ അവൾ മസാല എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ അഡൾട്ട്സ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ 10 മുളക് വരെയൊക്കെ ആവാം. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഈ കടലയ്ക്ക് നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മുഴുവൻ മല്ലിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടിയായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല, പകരം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക. ഇനി സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ സൈസിലുള്ള ഉള്ളി 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, കാരണം നമ്മളിത് അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നവരെ, ഉള്ളി ഒന്ന് പിങ്ക് കളറായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ മതി. ഒരുപാട് അങ്ങ് ഉള്ളി വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 3/4 തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ മല്ലിയാണ് വേണ്ടത്. അത് ചെയ്യുകയാണെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം. മസാലയൊക്കെ വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സമയത്ത് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ഇനി ഇതും മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പാവയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എണ്ണ ഉപയോഗിച്ചിട്ട് പാവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല, ആ ഒരു പാവയ്ക്കയുടെ ആ ഒരു ടെക്സ്ചർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞു കിട്ടും. അതേപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാവയ്ക്ക ഫ്രൈ ആയി കിട്ടിയിട്ട് അതിൻ്റെ കൂടെ മസാല കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും ഒരു 75% വേവിക്കുന്നുള്ളേ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അവിടെ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല
കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കല്ലേ. കാരണം നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായി പോകും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി ചേർത്തിട്ട് അരയ്ക്കാം. ഇതാ അപ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മസാല അരച്ചെടുത്തു. ഇതുപോലെ ഉണ്ടാവും കേട്ടോ, ഇത്രയും കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഫില്ല് ചെയ്യാനായിട്ട്. ഇനിയെല്ലാം നല്ല എളുപ്പമാണ് കേട്ടോ. കുറച്ച് മസാല എടുക്കുക, എന്നിട്ട് പാവയ്ക്കകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, മുക്കാൽ ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ കൈ കൊണ്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സ്പൂൺ കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാനാണ് എളുപ്പം. അങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഓരോന്ന് മാറ്റി വെക്കാം. എല്ലാം ഫില്ലായതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വരുന്ന മസാല കളയേണ്ട ആവശ്യമില്ല. അഥവാ ബാക്കി വരുന്നുണ്ടെങ്കിൽ, എനിക്ക് ഒട്ടും ബാക്കി വന്നിട്ടില്ല, പക്ഷെ ബാക്കി വരുന്നുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. ഈ മസാല നമുക്ക് ലാസ്റ്റ് ഈ പാവയ്ക്കൊക്കെ വെന്ത് വരുന്ന സമയത്ത് മസാല ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ മസാല മാത്രം മതി ചോറ് കൂട്ടി കഴിക്കാൻ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പാവയ്ക്കും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി തോന്നുന്ന സമയത്ത് നമുക്ക് സൈഡ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അന്നേരം നമുക്ക് കാഷ്വലായിട്ട് ഇളക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അതുവരെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം. പാവയ്ക്ക ഒന്നും കൂടി ഒന്ന് വെന്ത് വരും, അതേപോലെ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഫ്രൈ ആയി തോന്നുമ്പം എങ്ങനെ വേണമെങ്കിലും ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും ഫ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തണേ. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മസാല കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാവയ്ക്കയുടെ പുറത്തും ഒക്കെ മസാല കോട്ടായി കിട്ടിക്കോളും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആന്ധ്ര ഡിഷസിൽ ചില ഡിഷസ് നമുക്ക് മറക്കാൻ പറ്റാത്തുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള സേമിയ ഉപ്മാവ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വീറ്റ് സേമിയ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ സേമിയ യൂസ് ചെയ്യാവേ. വീറ്റ് സേമിയ ആണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. നല്ല പൊടിപ്പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും, ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇട്ട് വറക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഒരു നിർബന്ധവും ഇല്ല, കാരണം നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് ഈ ഉപ്മാവിനകത്ത് കുറച്ച് മുട്ട കിട്ടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടുമില്ല. കാരണം നമ്മൾ അത്ര ഉണ്ടാക്കുന്നുള്ളൂ ഉപ്മാവ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുട്ട മാത്രം എടുത്തിട്ടുണ്ട്, ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് നേരിട്ട് ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ട് ഈ കടലപ്പരിപ്പ് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ പച്ചക്കപ്പലിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എനിക്ക് കഴിക്കണം തോന്നുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഞാനതൊന്നും ചേർത്തിട്ടില്ല, അതിന് പകരം കാഷ്യൂനട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയല്ല ഫ്രൈ ചേർക്കണം. ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഒറ്റ ഉള്ളി എടുത്തിട്ടുള്ളൂ, വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളക്. കുറച്ച് എരിവുണ്ടെങ്കിൽ നമുക്കിത് വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ച് മുന്നിട്ട് നിൽക്കാനായിട്ട്
പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു, ബീൻസ് ചേർത്ത് കൊടുത്തു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്ര വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഒരു ചെറിയ സൈസിലുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ബീൻസ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഫ്രഷ് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചു. അധികം സമയമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയേ. ഇതിപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ. ഇനി ബാക്കിയുള്ള നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്, തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് അളവിന് 2 കപ്പ് വെള്ളം മതിയാവും, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ. സേമിയ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളം മതിയാവും. ഇപ്പോൾ ഞാൻ സേമിയയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേറൊരു മസാല ഉപ്മാവ് പോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ഉപ്മാവാണ്, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ നെയ്യ് ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് സേമിയയും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നു, സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആക്കി കിട്ടിക്കോളും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിലൂടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.